നമസ്കാരം, ഞാൻ മുരളി സാറാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തിയറി പ്രാക്ടിന് മുമ്പാണല്ലോ നിങ്ങളുടെ പ്രാക്ടി എക്സാം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ നിങ്ങൾക്ക് ടെൻഷൻ കാണും അല്ലേ? നല്ല ടെൻഷൻ കാണും. നമുക്ക് 40 മാർക്കിൻ്റെ പ്രാക്ടിക്കലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ 40 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ആദ്യം ചെയ്യേണ്ട ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ ഫ്രീ മൈൻഡ്, അതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. മനസ്സിലായില്ലേ? ആ ടെൻഷനോട് പോയി കഴിഞ്ഞാണല്ലോ മുഴുവൻ തെറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ വളരെ സില്ലിയായിട്ട് എടുത്താൽ മതി. അത്ര വലിയ സംഭവം അല്ല ഇത്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏതാനും ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും. 40 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്കീം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഏതാ? കാറ്റയോൺ ആനിയോൺ അനാലിസിൻ്റെ സ്കീം. അതാണ് ഏറ്റവും അത്യാവശ്യം. കാരണം ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ സോൾട്ട് എല്ലാം കളർലെസ് ആയിരിക്കും, നിറമില്ലാത്ത വസ്തുക്കളെ തരത്തുള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഓരോന്നും അനലൈസ് ചെയ്ത് അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ പേപ്പറിനകത്ത് 3 കോളം വരച്ച് എക്സ്പെരിമെൻ്റ്, പിന്നെ ഒബ്സർവേഷൻ, ഇൻഫറൻസ് 3 കോളം വരച്ച് എഴുതി വൃത്തിയായിട്ട് കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തെങ്കിലേ നിങ്ങൾക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. അത് എഴുതാൻ കൂടി നിങ്ങൾ പഠിക്കണം. ഓരോ സോൾട്ടിൻ്റെയും ടെസ്റ്റുകളും കൺഫർമേറ്ററി ടെസ്റ്റും എല്ലാം പഠിച്ച് വൃത്തിയായിട്ട് എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സോൾട്ട് അനാലിസിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്കീം ശരിക്കും പഠിച്ചോണം. മനസ്സിലായില്ലേ? പിന്നെ വോളിമെട്രിക് അനാലിസിസ് ആണ്. വോളിമെട്രിക് അനാലിസിസ് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ബേസോ ആസിഡോ എന്തെങ്കിലും തരുന്നത്. മിക്കവാറും ബേസാണ് കൂടുതൽ തരാൻ ചാൻസ് ഉള്ളത്. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിൻ്റെ ടൈട്രേഷൻ, അതിൻ്റെ റീഡിംഗ് ഒക്കെ കറക്റ്റായിട്ട് എടുത്ത് കാൽക്കുലേഷൻ ചെയ്യാൻ പഠിച്ചോണം. കാരണം കാൽക്കുലേഷൻ തന്നെ നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഇക്വലൻ്റ് വെയിറ്റുകൾ NaOHൻ്റെയും KOHൻ്റെയും ഒക്കെ കറക്റ്റായിട്ട് നോക്കിക്കൊണ്ട് പോവുക. അതുപോലെ HCl, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഈ ആസിഡൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇക്വലൻ്റ് വെയിറ്റ് എല്ലാത്തിൻ്റെ നിങ്ങൾ പഠിച്ചോണം. അത് വെച്ചുകൊണ്ട് കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം എന്താ അറിയാമോ? വീട്ടിൽ ഇരുന്നിട്ട് ഇതുപോലെ ഒരു സോൾട്ട് മനസ്സിൽ കാണുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലെഡ് അസറ്റേറ്റ് ഒരു സോൾട്ട് നിങ്ങൾക്ക് പരീക്ഷ തരാൻ നല്ലൊരു സോൾട്ടാണ്. അപ്പോൾ ഈ ഒരു സോൾട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ അത് കാണാൻ എഴുതി കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പേപ്പറിനകത്തൊന്ന് എഴുതി നോക്കുക. മനസ്സിലായില്ലേ? അത് എഴുതി കൊടുക്കാൻ തയ്യാറായി, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഓക്കെ ആണോ, നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. അങ്ങനെ ഓരോ സോൾട്ട് മനസ്സിൽ കാണുക. ഇപ്പോൾ ബേരിയം നൈട്രേറ്റ്, ബേരിയം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സോൾട്ടുകളുണ്ട്. അത് നിങ്ങൾ ഒന്ന് കാണാൻ എഴുതി നോക്കുക. അതുപോലെ തന്നെ നമുക്ക് വോളിമെട്രിക് അനാലിസിസ് കാൽക്കുലേഷൻ. മനസ്സിലായില്ലേ? കാൽക്കുലേഷൻ അത് ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾ ടാബ്ലറ്റ് കോളം വരച്ചിട്ട് ഒരു റീഡിങ് മനസ്സിൽ കാണുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 18.5 എന്നോ 19.5 എത്രയും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ, എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് തെറ്റ്, അതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ? അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് വോളിമെട്രിക് അനാലിസിസിൻ്റെ കാൽക്കുലേഷൻ കൂടി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ഫുള്ള് കിട്ടും. അക്കാര്യത്തിൽ സംശയമില്ല. പിന്നെ നിങ്ങൾക്ക് വൈവയാണ്. വൈവ 2 മാർക്കില്ല, നിങ്ങൾക്കറിയാമല്ലോ, 2 മാർക്കാണ്. വൈവ മിക്കവാറും എല്ലാം തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്ന സോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് പ്രസൻറ്റ് ടെസ്റ്റ്, കൺഫർമേറ്ററി ടെസ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ കൂടെ തന്നെ പ്രത്യേകമായിട്ട് വിളിക്കണമെന്നില്ല, അല്ലാണ്ട് തന്നെ ചോദിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ ഒരു ടെൻഷൻ വേണ്ട. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ 40 മാർക്ക് മേടിക്കാൻ സാധിക്കും. ഇനി മുൻകാലങ്ങളിലെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരുപാട് ഫുൾ മാർക്ക് കിട്ടിയ പിള്ളേരെ നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അവർക്കൊക്കെ ആദ്യമാണ് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പരീക്ഷാ ഹോളിൽ കയറി കഴിയുമ്പോൾ ടെൻഷൻ അങ്ങ് മാറ്റി വയ്ക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. പിന്നെ അല്പം ദൈവാധീനവും ഒക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ വളരെ നല്ല ഹാപ്പി ആയിട്ട് വേണം പോകാനായിട്ട്. റെക്കോർഡൊക്കെ സൈൻ ചെയ്ത് കറക്റ്റായിട്ട് മേടിച്ചോണം. റെക്കോർഡ്, ഹാൾ ടിക്കറ്റ്, ഇതൊക്കെ ആയിട്ട് വേണം ലാബിലോട്ട് കയറാനായിട്ട്. പിന്നെ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മേശപ്പുറത്ത് നിങ്ങളുടെ ആ ടീച്ചർ ഇരിക്കുന്ന മേശപ്പുറത്തോട്ട് റെക്കോർഡും ഹാൾ ടിക്കറ്റും വെച്ചിട്ട് നിങ്ങളങ്ങ് പൊക്കോണം. പിന്നെ ടീച്ചർ പറയും അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സോൾട്ടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ 15 കുട്ടികളുള്ള ഒരു ബാച്ച് ആയിരിക്കാനാണ് ചാൻസ്. അങ്ങനെ വരുമ്പോൾ 15 കളർസായിട്ടുള്ള സോൾട്ടുകൾ അവിടെ നമ്പർ ഇട്ട് വെച്ച് 1, 2, 3, 4 ലൈക്ക് ദാറ്റ്. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. മനസ്സിലായില്ലേ? ഇഷ്ടമുള്ള അവിടെ ചെന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളുടെ പ്ലേസിൽ പോയി നിൽക്കുക. അവിടെ അങ്ങ് ചെയ്ത് തുടങ്ങിക്കൊള്ളുക. പിന്നെ ആ നമ്പർ പേപ്പറിനകത്ത് നോട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ 1, 2 ലൈക്ക് ദാറ്റ്. ഇപ്പോൾ 15 ആണെങ്കിൽ 15 എന്നാൽ ആ പേപ്പറിൻ്റെ സോൾട്ട് നമ്പർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ബാക്കി എഴുതിക്കോണം. ഓക്കെ? അപ്പോൾ അങ്ങനെ
അത് എഴുതി കൊടുക്കാൻ പറ്റും. പിന്നെ അവസാനം എന്താണ് റിസൾട്ട് എന്ന സംഭവമുണ്ട്, അറിയാമല്ലോ. ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻ ഡാഷ് ആനിയോൺ ഡാഷ് കാറ്റിയോൺ, അല്ലെങ്കിൽ ദ ഗിവൺ സോൾട്ട് ഈസ്, ഇപ്പോൾ അമോണിയം ക്ലോറൈഡ്, അമോണിയം നൈട്രേറ്റ്, ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തായിരിക്കും ആയിരിക്കുമല്ലോ. അത് നിങ്ങൾ എഴുതി കൊടുക്കാൻ പഠിച്ചോണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നോക്കുകയാണെങ്കിൽ സോൾട്ട് അനാലിസിസും വോളിമെട്രിക്കും എല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ ഈ കുട്ടികൾക്കെല്ലാം ടെൻഷൻ ഉണ്ടാകുന്നത് സ്കീം മറന്നു പോകുമ്പോഴാണ്. അപ്പോൾ സ്കീം മറക്കാതിരിക്കാൻ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഓരോ ടെസ്റ്റുകളും മനസ്സിൽ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? ആ ഓരോ ടെസ്റ്റും പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കയറുകയാണ്. അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്, മറ്റൊരാൾ പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സ്കീമൊന്നും മറന്നു പോകത്തില്ല, എഴുതാൻ സാധിക്കും. മിക്കവാറും ഒരു അരമുക്കാൽ അല്ലെങ്കിൽ 1 മണിക്കൂറുണ്ടൊക്കെ ഈ സോൾട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യമേ പറയുന്നു, ടെൻഷൻ ഫ്രീ ആകുക, ദൈവത്തെയൊക്കെ വിളിച്ച് ലാബിൽ കയറുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, യാതൊരു സംശയമില്ല. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഒന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോ ഞാൻ താമസിച്ച് നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ.